കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ത് പറ്റി തോമസേ? ഇന്നത്തെ കണ്ടില്ലേ? തിരുവനന്തപുരം നഗരസഭയിലെ പേരൂർക്കട വാർഡിലെ മണ്ണാമൂലയിലാണുള്ളത്. ഒരു നോട്ടീസ് കാണിക്കാം. അതെ, ഈ വാർത്തയാണ് ഇപ്പൊ നാട്ടിലെ സംസാര വിഷയട്ടാ. നവീകരിച്ച കോട്ടിലക്കോണം കുളം ഉദ്ഘാടനം. മുഖ്യമന്ത്രി, മേയർ, MLA, ഡെപ്യൂട്ടി മേയറുടെയൊക്കെ ചിരിക്കുന്ന പടങ്ങളുണ്ട്. അതെടുത്ത് എന്റെ പേജിൽ ഇട്ടിട്ട് നമ്മുടെ സൈബർ പിള്ളേരെ കൊണ്ട് ഒരുപാട് കമന്റ് അതിൽ ചെയ്യിക്കണം. ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. പേരൂർക്കട വാർഡിൽ കോട്ടിലക്കോണം കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇരുവശവും ചുറ്റുമതിൽ സ്ഥാപിച്ച് ഇന്റർലോക്കിട്ട നടപ്പാതയും ഉൾപ്പെടുത്തി നീന്തൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തി. എന്താ വേണ്ട? ഇതിന്റെ ഉദ്ഘാടനം 24-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസ്. നീ കോട്ടിലക്കോണം കുളം കാണണ്ടേ? ഇതാണ് നവീകരിച്ച കോട്ടിലക്കോണം കുളം. ഞാൻ ഞെട്ടി. ഇനി ഈ കോട്ടിലക്കോണം നീന്തൽക്കുളം നവീകരിച്ചതിന് ചിലവായ തുക എത്രയെന്ന് അറിയണ്ടേ? 1,40,00,000 രൂപ. 1 കോടി എന്നാൽ 100 ലക്ഷം രൂപ. 140 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച നീന്തൽക്കുളമാണ് ഇതായി കാണുന്നത്. 1.5 കോടിയാ? ഇവന്മാരിത് എവിടെ കൊണ്ട് പൊഴുത്തി വെച്ചിരിക്കുന്നു? ഇത്രയ്ക്കും 1,40,00,000 രൂപ വേണ്ടി വരുമോ? ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നുമല്ല. അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ദഹിക്കില്ല. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നല്ല പോലെ നവീകരിച്ച നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇവിടെ കണ്ടാ അറിയാം ഈ കിടക്കുന്ന ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. തൊലി പൊളിഞ്ഞാൽ എന്താടി? എന്റെ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? എന്തിനാണ് ഇത്രയും പൈസ എവിടെ ചെലവാക്കി? ഇതിന്റെ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവര് പെട്ടുപോകും. അത്രയ്ക്കും വലിയ പ്രശ്നമായത്? എന്റെ പ്രസിഡന്റ്, ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ. 1 കോടി പോയിട്ട് ഒരു 50 ലക്ഷം രൂപ ചെലവാക്കിയെങ്കിൽ ഇതിനേക്കാളും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഉദ്ഘാടന മാമാങ്കം നടത്താനുള്ള തത്രപ്പാടിനിടയിൽ നവീകരണം നടത്തിയോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഒത്തും ആലോചിക്കണം. 1,40,00,000 രൂപ അവരുടെ നികുതി പണമാണ്. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഇനി ഈ കുളം യഥാർത്ഥ നീന്തൽ കുളമാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. പാവത്തങ്ങളെ സഹായിക്കാൻ ഇച്ചിരി അഴിമതി കാണിക്കണേൽ അങ്ങ് കാണിച്ചേരേ. അഴിമതിയുടെ വെറും കരിഞ്ചോലയായിട്ടുള്ള അഴിമതിയാണ് ഈ കുളത്തിൽ നവീകരണത്തിൽ ഇവർ ചെലവാക്കിയിരിക്കുന്നത്. മൂങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ.